ഇപ്പോൾ 2004 ആകാശവാണിയിലേക്ക് കയറിയപ്പോൾ തൊട്ട് ഈ ഡബ്ബിംഗ് ഒന്ന് ശ്രമിച്ച് നോക്കിയാലോ. അപ്പോൾ പലരും പറഞ്ഞു ജയലക്ഷ്മിക്ക് ഡബ്ബിങ്ങൊക്കെ പറ്റും. അന്ന് ഞാൻ ആകാശവാണിയിൽ തന്നെ ചില ഡബ്ബിങ്ങുകൾ ചെയ്യുമെന്ന് പറഞ്ഞാൽ പ്രോഗ്രാം സംഗീത പരിപാടികൾ, സംഗീത കച്ചേരി പരിപാടികളുണ്ടല്ലോ. സംഗീത കച്ചേരിയിലൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ സി രാജേന്ദ്രൻ വയലിൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അനൗൺസ് ചെയ്യുമല്ലോ. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് അതൊരു ഡബ്ബിംഗ് ആണ്. ലൈവ് അനൗൺസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഡബ്ബിംഗ് അല്ല, ലൈവായിട്ട് പോവുകയാണ് പ്രോഗ്രാം. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയതാണ്. പക്ഷേ മറ്റത് നമുക്ക് ഒരു ടോപ്പിക് തരും, ഇത് വായിക്കൂ എന്ന് പറഞ്ഞിട്ട് അത് ഡബ്ബ് ചെയ്ത്, അപ്പോൾ അവിടെ നിന്ന് അത് തുടങ്ങിയപ്പം കൊള്ളാം, നമുക്ക് ഡബ്ബിംഗ് ഒന്ന് നോക്കാം എന്ന് വെച്ചാൽ തൊട്ടടുത്ത് പ്രിയഗീതം എന്ന് പറഞ്ഞൊരു സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ ആ സ്റ്റുഡിയോയിൽ ഞാനൊരിക്കൽ വിളിച്ച് അങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് പോയപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ വിളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അവിടെ ഷോർട്ട് ഫിലിംസ് പിന്നെ അവിടെ സ്ഥിരമായി. പിന്നെ അവിടുത്തെ സ്ഥിരം വർക്കുകൾ, അനൗൺസ്മെൻറ്റ് എന്ത് വന്നു കഴിഞ്ഞാലും, വോയിസ് റിലേറ്റഡ് എന്ത് വർക്ക് വന്നാലും പിന്നെ ചെയ്യാം